ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയ ഒരു ദിവസം കൂടെ ദാനമായി നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനം 55 മുതൽ 57 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 15 അധ്യായം 25 വാക്യം. യൊരോബയാമിൻ്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി. യൊരോബയാം രാജാവിൻ്റെ പുത്രനും പിൻഗാമിയുമായിരുന്നു നാദാബ്. ഈ പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും കാണപ്പെടുന്നു. ആസയുടെ വാഴ്ചയുടെ 2-ാം ആണ്ടിലായിരുന്നു നാദാബ് ഇസ്രായേലിൽ രാജാവായത്. 2 സംവത്സരം മാത്രമേ രാജവാഴ്ച തുടരുവാൻ നാദാബിന് സാധിച്ചിരുന്നുള്ളൂ. കാരണം ഇസ്സാഖാർ ഗോത്രക്കാരനായ അഹിയാവിൻ്റെ മകനായ ബയേശ നാദാബിന് വിരോധമായി കൂട്ടുകെട്ട് ഉണ്ടാക്കി. എന്നാൽ നാദാബും എല്ലാ ഇസ്രായേലിലും ഗിബ്ബഥോൻ എന്ന പട്ടണം വളഞ്ഞിരിക്കുകയായിരുന്നു. ഗിബ്ബഥോൻ എന്നത് ദാൻ ഗോത്രത്തിലെ ലേവ്യരുടെ ഒരു പട്ടണമായിരുന്നു. അവിടെ വച്ച് ഇസ്രായേൽ രാജാവായ നാദാബിനെ അഹിയാവിൻ്റെ മകൻ ബയേശ കൊന്ന് രാജസ്ഥാനം ഏറ്റെടുക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് നാദാബിന് ഇങ്ങനെ സംഭവിച്ചു? 1. നാദാബ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അവന് പ്രസാദകരമായത് ചെയ്യുവാനോ ജനത്തിൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനോ നാദാബ് രാജാവിന് സാധിച്ചില്ല. അനുതാപ പ്രവൃത്തികളോ സമർപ്പണ ജീവിതമോ യഹോവയോടുള്ള വിധേയത്വമോ നാദാബിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. രണ്ടാമതായിട്ട്, തൻ്റെ അപ്പൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നാദാബ് ജീവിച്ചു എന്ന് കാണുന്നുണ്ട്. യഹോവയുടെ പുരോഹിതന്മാരല്ലാത്തവരെ തിരഞ്ഞെടുക്കുകയും അവരെ പൂജാഗിരി പുരോഹിതന്മാരാക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു യൊരോബയാം. വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കുകയും പാരമ്പര്യമായി നിന്നിരുന്ന പൂജാഗിരികൾ യൊരോബയാം നിലനിർത്തുകയും മിസ്രയീമിലെ സ്വർണ്ണ കാളക്കുട്ടികളെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇവയെ ആരാധിക്കുവാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നാദാബ് തൻ്റെ അപ്പനായ യൊരോബയാമിൻ്റെ വഴിയിൽ ജീവിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ നടക്കുന്നത് ദൈവ വഴിയിലൂടെയാണോ? ദൈവ വഴിയിൽ ജീവിക്കുവാൻ മറ്റുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആമേൻ.